ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫ്ലോറൻസ് അക്കാഡമി. ഇന്ന് രണ്ട് ഹാപ്പി ന്യൂസസ് ആണ് ഷെയർ ചെയ്യാനുള്ളത്. മെയിൻലി ഫാർമസിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കുറച്ച് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഈ കൊല്ലം ഫാർമസിസ്റ്റുകളെയും ഫാർമസി ടെക്നീഷ്യൻസിനെയും UK അവരുടെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇനി മുതൽ യൂറോപ്പിന് പുറത്തുള്ള ഫാർമസിസ്റ്റുകൾക്കും ഈസി ആയിട്ട് UK സ്കിൽഡ് വർക്കർ ജോബ്സിന് പോകുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് UK GPC, അതായത് ജനറൽ ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ, അവർ OET ഫാർമസിസ്റ്റുകളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റായിട്ട് അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ കൊല്ലം. അപ്പോൾ നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് വരെ നേഴ്സസിനും ഡോക്ടേഴ്സിനുമായിരുന്നു മെയിനായിട്ട് OET UK അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോബിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഇനി മുതൽ ഫാർമസിസ്റ്റുകൾക്കും OET എക്സാം എഴുതി UK എന്ത് ചെയ്യാൻ പറ്റും, മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഫാർമസി ആൻഡ് ഫാർമസി ടെക്നീഷ്യൻസ് UK ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഓവർസീസ് കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ നോൺ യൂറോപ്യൻ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡിങ് ഇന്ത്യൻസ് ആൻഡ് കേരളൈറ്റ്സിന്, അതായത് ട്രെയിൻഡ് ഫാർമസിസ്റ്റുകൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, UK ജോബ്സിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ അവിടെ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ലീവ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മുടെ നേഴ്സസും ഡോക്ടേഴ്സും ഒക്കെ ചെയ്യുന്നത് പോലെ. ഒപ്പം തന്നെ ഇതുവരെ ഫാർമസിസ്റ്റ് UK പോകുന്ന ആളുകൾ IELTS ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്. പക്ഷേ ഇനി മുതൽ UK ഫാർമസി കൗൺസിലും OET എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് OET എക്സാം എഴുതി ഫാർമസിസ്റ്റുകൾക്ക് ഈസി ആയിട്ട് UK അവരുടെ ജോബിൻ്റെ കാര്യങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് OET ഈസ് അപ്രൂവ്ഡ് ബൈ ജനറൽ ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ ഓഫ് UK. മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മുടെ നേഴ്സസും ഡോക്ടേഴ്സും ഒക്കെ OET എഴുതി പോകുന്നത് പോലെ ഫാർമസിസ്റ്റുകൾക്കും IELTS പകരം OET എഴുതി UK അല്ലെങ്കിൽ UK ജോബ്സിന് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മെയിനായിട്ട് അറിയാനുള്ളത്, ഈ UK ഫാർമസിസ്റ്റുകൾക്ക് OET അക്സെപ്റ്റ് ചെയ്തു. ഈ OET സ്കോർ എത്രയാണ് കിട്ടേണ്ടത്, അതേപോലെ ക്ലബിംഗ് ഓപ്ഷൻസ് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ എന്ന് മുതലുള്ള OET സ്കോറുകളാണ് ഫാർമസിസ്റ്റുകളുടെ UK അക്സെപ്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമതായി നമുക്കറിയാം, OET ഫാർമസിക്ക് എന്തുണ്ട്, സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി ഉണ്ട് OET ഫാർമസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതിന് രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പ്രസൻ്റ്ലി ഫാർമസിസ്റ്റുകൾ OET എഴുതിയിട്ട് അവർക്ക് ഓരോ മോഡ്യൂളിലും ഇൻഡിവിജ്വൽ എന്ത് കിട്ടണം, B ഗ്രേഡ് കിട്ടണം. അതായത് 350 ഓർ മോർ എന്ത് കിട്ടണം, സ്കോർ കിട്ടണം. അപ്പോഴാണ് അവർക്ക് OET രജിസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റുക, UK യൂസ് ചെയ്യാൻ പറ്റുക. അതായത് ഏറ്റവും ആദ്യം നേഴ്സസിനൊക്കെ ഉണ്ടായിരുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോഴും ഡോക്ടേഴ്സിനുള്ള പോലെ 4B ആണ് ഫാർമസിസ്റ്റുകൾക്ക് OET UK പോകാൻ ലഭിക്കേണ്ടത്. റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്, ഈ 4 മോഡ്യൂൾസിലും B ഗ്രേഡ് വേണം. മനസ്സിലായോ? ഇനി മറ്റൊരു കാര്യം, നമുക്കറിയാം UK പോകുന്ന നേഴ്സസിന് ക്ലബിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് 6 മന്ത്സിൻ്റെ ഉള്ളിലുള്ള 2 എക്സാംസ് എന്ത് ചെയ്യാം, ക്ലബ് ചെയ്യാം. പക്ഷേ നിലവിൽ ഫാർമസിസ്റ്റുകൾക്ക് ക്ലബിംഗ് ഓപ്ഷൻ വന്നിട്ടില്ല. അതായത് നമുക്കൊരു സിംഗിൾ സിറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എക്സാമിൽ തന്നെ 4 മോഡ്യൂളിലും നമ്മൾ എന്ത് ചെയ്യണം, B ഗ്രേഡ് സ്കോർ ചെയ്യണം. പക്ഷേ നമ്മളത് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പം തന്നെയാണ്. കാരണം എന്താണ്, ഒരുപാട് പേര് ഇപ്പോൾ നേഴ്സസും ഡോക്ടേഴ്സും തന്നെ 4B മേടിച്ച് UK പോയിട്ടുണ്ട്. ആ റിക്വയർഡ് ഗ്രേഡ് ആവശ്യമുള്ള സമയത്ത്. ഡോക്ടേഴ്സിന് ഇപ്പോഴും 4B തന്നെയാണ്, നേഴ്സസിന് BBB and C+.
അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫാർമസിസ്റ്റുകൾക്ക് ഓരോ മോഡ്യൂളിലും ബി ഗ്രേഡ് വേണം യു കെയിലേക്ക് OET വെച്ച് രജിസ്റ്റർ ചെയ്യാൻ. അതൊരു സിംഗിൾ എക്സാമിൽ തന്നെ കിട്ടണം. ക്ലബിംഗ് ഓപ്ഷൻ ഫാർമസിസ്റ്റുകൾക്ക് ഇപ്പോൾ ഇല്ല. ദർ ഈസ് നോ ക്ലബിംഗ് ഓപ്ഷൻ. ഇനി എന്ന് മുതലുള്ള OET സ്കോറുകളാണ് ഫാർമസിസ്റ്റുകൾക്ക് യു കെയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസൻ്റ്ലി ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ OET സ്കോറ് 2 കൊല്ലത്തിനെക്കാട്ടിയും താഴെയുള്ള ടൈം പീരീഡിൽ നമ്മൾ നേടിയ OET സ്കോർ ഇൻ ഫാർമസി ആണെങ്കിൽ, അതായത് എന്താണ്, വി ക്യാൻ യൂസ് ദ OET സ്കോർസ് ഇൻ ഫാർമസി വിച്ച് ഈസ് ലെസ് ദാൻ 2 ഇയേഴ്സ്. ഇപ്പോൾ 2 കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ള, അതായത് എക്സ്പയർ ആവാത്ത ഫാർമസി സ്കോർ നമുക്ക് ഉണ്ടെങ്കിൽ 4 മോഡ്യൂൾസിൽ നമുക്ക് B ആണ് ആ സ്കോറിലുള്ളതെങ്കിൽ നമുക്കത് പ്രസൻ്റ്ലി UK അപ്ലിക്കേഷന് വേണ്ടി എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ 1 കൊല്ലം മുമ്പ് ഞാൻ ഫാർമസി OET എഴുതിയിട്ടുണ്ട്, എനിക്ക് 4 മോഡ്യൂളിലും B കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ സ്കോർ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത് 2 കൊല്ലത്തിൽ താഴെയുള്ള സ്കോറാണ്. അതെന്തായിട്ടില്ല, എക്സ്പയർ ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഫാർമസിസ്റ്റുകൾക്കും OET അപ്രൂവ് ആയിരിക്കുകയാണ് യു കെയിലേക്ക്. ഒപ്പം തന്നെ ഫാർമസി ഇപ്പോൾ യു കെയിലത്തെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൽഡ് വർക്കർ വിസ ലഭിച്ച് ഫാർമസിസ്റ്റുകൾക്ക് ഈസി ആയിട്ട് യു കെയിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ നമുക്കറിയാം, ഈ സ്കിൽഡ് വിസ കാറ്റഗറിയിൽ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഡിപ്പെൻഡൻറ്റ് വിസ ഈസി ആയിട്ട് ലഭിക്കും. അപ്പോൾ അവർക്ക് അവരുടെ സ്പൗസിനെയും അതേപോലെ തന്നെ ചിൽഡ്രൻ ലെസ് ദാൻ 18 ഇയേഴ്സ് അവരൊക്കെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, യു കെയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നമ്മുടെ യു കെയിലത്തെ ആ ഒരു പോയിന്റ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ സ്കിൽഡ് വർക്കർ ജോബ്സ്, ഇപ്പോൾ നമ്മുടെ ഫാർമസി അതൊക്കെ സ്കിൽഡ് വർക്കർ ജോബ്സിൽ പെടുന്നതാണ്, ആ വിസ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതിപ്പോൾ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ വന്ന കാരണം കൊണ്ട് ഓവർസീസ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നോൺ യൂറോപ്യൻസ് ഇന്ത്യൻസിനൊക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്കിൽഡ് വർക്കർ വിസയാണ് ലഭിക്കുക. അപ്പോൾ ഈ യു കെയിലേക്ക് ഈ വിസയിൽ മൈഗ്രേഷൻ കാര്യങ്ങൾ നടക്കുന്നത് ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ്. അതായത് നമുക്ക് ഓവർസീസ് ട്രെയിൻഡ് ഹെൽത്ത് കെയേഴ്സ് ആണെങ്കിൽ, ഈ ഷോർട്ടേജ് ലിസ്റ്റിലുള്ളവരാണെങ്കിൽ നമുക്ക് 70 പോയിന്റ്സ് ആണ് വർക്ക് വിസ ലഭിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മനസ്സിലായോ? 70 പോയിന്റ്സ്, 70. അപ്പോൾ നമ്മുടെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉള്ള ജോബാണെങ്കിൽ നമുക്ക് 20 പോയിന്റ്സ് അതിൽ നിന്ന് കിട്ടും. അപ്പം നമ്മളുടെ ഇപ്പോൾ ഫാർമസിസ്റ്റുകളെ ഞാൻ പറഞ്ഞു ഈ കൊല്ലം മുതൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 20 പോയിന്റ്സ് അതിൽ നിന്ന് എന്ത് ചെയ്യും, ലഭിക്കും. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, മിനിമം 50 പോയിന്റ്സും കൂടി കിട്ടിയാലാണ് നമുക്ക് ഈ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് OETയിൽ 4B നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓരോ മോഡ്യൂളിലും ഇൻഡിവിജ്വൽ മോഡ്യൂൾസിൽ B ഗ്രേഡ് 4B, അതായത് സക്സസ്ഫുൾ OET റിസൾട്ട് പ്ലസ് നമുക്ക് സ്പോൺസർ എന്നുള്ള ഓഫർ ലെറ്ററും അതേപോലെ റിക്വയർഡ് ആയിട്ടുള്ള നോർമൽ സ്കിൽസും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ആ 50 പോയിന്റ്സും കൂടി നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കും. അതായത് 50 + 20
അതായത് 70 പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യും ലഭിക്കും. അതായത് മുമ്പാണെങ്കിൽ നമ്മളിപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി സ്കില്ലൊക്കെ ഉണ്ടെങ്കിലും ആ 70 പോയിന്റ് മീറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പമല്ല. ഇപ്പോൾ നമ്മുടെ ഈ ഫാർമസിസ്റ്റുകളെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കാരണം കൊണ്ട് നമുക്ക് 20 പോയിന്റ്സ് എന്ത് ചെയ്യും ഈസി ആയിട്ട് നമുക്ക് ഫാർമസിസ്റ്റുകൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ 50+20 ആ റിക്വയർഡ് ആയിട്ടുള്ള 70 സ്കോർ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഫാർമസിസ്റ്റുകൾക്ക് ഇനി UK അപ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഫാർമസി ആ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നോൺ യൂറോപ്യൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻസിന് കേരളൈറ്റ്സിനൊക്കെ. ഒപ്പം നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജും കൂടി ഇപ്പോൾ കിട്ടി. ഇത്രയും നാൾ IELTS ആയിരുന്നു ഫാർമസിസ്റ്റുകൾക്ക് UK ജോബിന് വേണ്ടിയിട്ട് അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഏകദേശം നമ്മുടെ ഒരു മാർച്ച് മുതൽ OET സ്കോർ ഒഫീഷ്യലായിട്ട് ജനറൽ ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ ഓഫ് UK അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, OET എക്സാം എഴുതി പാസ്സായി UK ട്രൈ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇൻഡിവിജ്വൽ B ഗ്രേഡ് വേണം. ഒപ്പം തന്നെ ക്ലബിംഗ് ഓപ്ഷൻ ഇല്ല. ഒപ്പം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് തുടങ്ങാൻ വിത്തിൻ 2 ഇയേഴ്സിലുള്ള നിലവിലുള്ള OET സ്കോർ റിക്വയർഡ് സ്കോർ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ ഇപ്പോൾ UK പോകുന്നത് പോലെ വരും കാലങ്ങളിൽ കൂടുതൽ ഫാർമസിസ്റ്റുകൾക്ക് UK എത്തിപ്പെടാനും ഒപ്പം തന്നെ സെറ്റിൽ ചെയ്യാനും വർക്ക് ചെയ്യാനും അവരുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് OET ഫാർമസിയുടെ ട്രെയിനിങ്സ്, കോച്ചിങ്സ്, അതേപോലെ എക്സാം ഡേറ്റ് ടേക്കിംഗ് പ്രോസസ്സ്, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, ഇതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്ലോറൻസ് അക്കാഡമിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് വി ആർ പ്രൊവൈഡിങ്. So thank you. Wish you all success.